അത്രേ ഉള്ളൂ. വാനവില്ല് നീയേ മനമുകിൽ മേലെ താരകം പോൽ കൺമണികൾ. ഞാൻ ഇതിലാകെ എൻ്റെ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ 50 കിലോ? നമ്മൾ എവിടെ ചെന്നാലും മലയാളീസ് എങ്ങനെയെങ്കിലും. അതെ അതെ. ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി ഹിപ്പീസ്. ഇന്ന് റിയൽ ലൈഫ് ഹാപ്പി ഹിപ്പീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതെ, ഇന്ന് നമ്മള് ഒരു കാട്ടിലാണ് ഇപ്പൊ ഉള്ളത്. വലിയൊരു കാട്. ഒരു കുഞ്ഞൊരു ഹട്ടിലേക്ക് മാത്രം. നമ്മളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വൈൽഡ് ലൈഫില് ഒരു എന്താ പറയാ ഒരു സ്റ്റേക്കേഷൻ എടുക്കണം എന്നുള്ളത്. ഇന്നത്തെ ദിവസം വേറെ പ്രത്യേകതയുണ്ട്. അത് നമുക്ക് വഴിയേ പറയാം. നമ്മളപ്പോ നമ്മുടെ ഈ ജേണി രാവിലെ തുടങ്ങിയ കേട്ടോ. രാവിലെ അല്ല, ഒരു 10-11:30. അതായത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യണ്ട. അപ്പൊ അതിന് വേണ്ട പർച്ചേസിങ് പരിപാടീസ് ഒക്കെ. അവിടെ നമുക്ക് 2.5 hours ജേണി ഉണ്ട് ഇവിടെ. 2.5 hours ഓൾമോസ്റ്റ് ജേണി ഉണ്ട്. ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ പിടിച്ചാ വന്നേ. ട്രെയിനും ബസ്സൊക്കെ കയറി നാട്ടന്ന് അങ്ങനെ കാട്ടിക്കൂടെ മഴ തന്നെ. ഇവിടെ എത്തിയപ്പോ ഫുള്ള് മഴ. ഇവിടുത്തെ ആൾക്കാർ ആക്ച്വലി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഫയർ പിറ്റും ബാർബിക്കും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മഴയായി പോയി. ബട്ട് ഈ മഴയത്ത് ഇരുന്നതിരിക്കും നല്ല സുഖം, നല്ല അടിപൊളി സെറ്റ് സ്ഥലം, മൂഡ് സ്ഥലം. അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹാപ്പി ഹിപ്പീസ്. എങ്ങടാ പോണേ? എങ്ങട്ടാ പോണേന്ന് ഇപ്പൊ പറയണ്ടല്ലോ. അതെന്താണ്, സർപ്രൈസ് ആണോ? സർപ്രൈസ് ഒന്നുമില്ല. അല്ല, ഇന്ന് എന്താണ് നമ്മുടെ ഇന്നത്തെ ഡേന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചേ? ഇന്നത്തെ ഡേ ദിവാലി. ഓക്കെ, ദിവാലി പ്രമാണിച്ച് നമ്മള് ട്രിപ്പ് പോകണം. അപ്പോ അതെ, ദിവാലി പ്രമാണിച്ച് നമ്മള് ഒരു സ്ഥലത്ത് പോയി പടക്കം പൊട്ടിക്കാൻ പോകും. ഇതേ 1 ബാഗ് 2 ബാഗ് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ സഹോദര? ദിവാലി സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത് ദുബായ് വഴി ഓസ്ട്രേലിയ അല്ല, ഈസ്റ്റ് സസെക്സ്. അപ്പൊ ഞങ്ങള് ഈസ്റ്റ് സസെക്സിലെ ഒരു കാട്ടിലേക്കാ പോകുന്ന. ഇന്നത്തെ ഡേക്ക് ദീപാവലി മാത്രമല്ല, വേറെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അത് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. ഇതാണോ ട്രെയിൻ എടുക്കണേ? ലണ്ടൻ വിക്ടോറിയ. നെക്സ്റ്റ് നമ്മുടെ ട്രെയിന് 5 minutes എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങളുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇതിപ്പോ ഇറങ്ങുമ്പോ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഇച്ചിരി വെയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ലണ്ടനിലെ ക്ലൈമറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ മിനിറ്റിന് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കിയാല് മഴ പെയ്തിട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ വെയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു സംഭവം. അപ്പൊ ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു രാവിലെ. അപ്പൊ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. ജാക്കറ്റ് ഒന്നും എടുക്കാതെ ഇറങ്ങി. ഇറങ്ങിയപ്പോഴത്തേക്കും മഴയായി, ഇരുട്ടായി, മൂടിയിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പോണത് ഒരു കാട്ടിലേക്കാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒറ്റപ്പെട്ട് ജീവിക്കാന്നുള്ളത്. അതായത് നമ്മുടെ കംഫർട്ട് സോണൊക്കെ വിട്ടിട്ട് എന്താ പറയുക, ഒരു കാട്ടിൽ നമ്മൾ ആദിമമനുഷ്യന്മാരെ പോലെ അത്രയും സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. അവിടെ ബാഗ് സാധനങ്ങളുമായിട്ട് ഒരു ദിവസം ലീവുള്ളൂ. ഒരു ദിവസം ലീവിന് ഞങ്ങൾ പോവാണ്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് അവിടെ ചെന്ന് കഷ്ടപ്പെട്ട്, കാര്യം ചെക്കിൻ ചെയ്യാൻ പോലും അവിടെ ഹോസ്റ്റലില്ല. നമ്മളവിടെ പോയിട്ട് കണ്ടുപിടിക്കണം ഈ താക്കോൽ എവിടെയാന്നൊക്കെ. അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു, അങ്ങോട്ട് പാക്ക് ചെയ്തു. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ ക്യാമറ ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്. ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തു. ഞങ്ങാനും അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലും, അതായത് നല്ല സീനിക് സ്ഥലമാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണം അവിടെ ഓട്ടം സീസണാണ്. ഓട്ടം സീസൺ എന്ന് പറയുമ്പോൾ ഫോളൊക്കെ ആയി ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവിടുത്തെ ഇലകൾ മൊത്തം പൊഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഇല മാത്രം, എന്താ പറയുക, ഇല ഒന്നും ഇല്ലാതെ കമ്പ് മാത്രമുള്ള മരങ്ങളായിരിക്കും അവിടെ. പക്ഷെ കാടാണല്ലോ അല്ലേ? കാടിൻ്റെ ഒരു ആംബിയൻസിൽ നമ്മൾ സ്റ്റേ അടിക്കാൻ പോകണം. അപ്പോൾ ഫൈനലി യാത്രക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാസർഗോഡ് വെസ്ക്രോഡോണിൽ നിന്നും
ലണ്ടൻ ബ്രിഡ്ജ് വരെ പോകുന്ന ലണ്ടൻ ബ്രിഡ്ജ് എക്സ്പ്രസ് അധികം വൈകാതെ ഇന്റർസിറ്റി എക്സ്പ്രസ് എത്രയും പെട്ടെന്ന് അധികം വൈകാതെ പ്ലാറ്റ്ഫോം നമ്പർ 3 എത്തിച്ചേരുന്നതാണ്. यात्रियों का ध्यान कीजिए गाड़ी नंबर 1 2 3 ചായ അതെ മലയാളത്തിന്റെ സുപ്രഭാതം. ഇപ്പൊ പറഞ്ഞാല് പരസ്യമൊക്കെ ആണല്ലേ. ഇവിടെ ഇങ്ങനെ പരസ്യമുള്ളത് ഇവിടെ മറ്റേ സീഡ് സോട്ടഡ് അതെ ഏതൊരു ട്രെയിൻ വന്നു കുറെ ആൾക്കാരൊക്കെ പോകുന്നു. ഫുൾ ഓഫ് ആൾക്കാർ. നമ്മുടെ സേട്ടൻ പെട്ടിയൊക്കെ ഇട്ട് കയറി. ഒരു 4 സീറ്റിൽ ഇരിക്കാമോ? ഞാൻ ലാവിഷായിട്ട് ഇരിക്കുകയായിരുന്നു. നമുക്ക് ഇനി നെക്സ്റ്റ് ട്രെയിൻ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് എടുക്കണം. 6th പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻ വരുന്നത്. സോ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒരാളുടെ ഹോബിയാണ് മറ്റേ വെറുതെ ലിറിക്സ് ഒക്കെ എടുത്തിട്ട് വെറുതെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അതും ആ പാട്ടിൻ്റെ പല വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് അതിൻ്റെ പാരഡി പോലെ പാടും. ഇപ്പോൾ അതേ ലിറിക്സ് ഒക്കെ എടുത്ത് പാടാനുള്ള ശ്രമത്തിലാണ്. നീ പാടുന്നുണ്ടാ? അത് പാട്ട് പാടോ? ലണ്ടൻ ബ്രിഡ്ജിന്റെ നടുക്ക്, ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷന് നടുക്ക് ഈ ആൾക്കൂട്ടത്തിൽ. പിന്നെന്താണ് പാടാങ്ങള്? നിങ്ങൾക്ക് എന്താണ് ആൾക്കാർ എത്ര പേടിയുണ്ടോ? പാടാ. ഞാൻ വെറുതെ ടൈം പാസിന് ചെയ്യുന്ന പരിപാടിയാണിത്. അത് ആൾക്കാരെ ഇടയ്ക്കെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഒന്ന് പാടുന്നത് ഒരു നല്ലൊരു മാനേഴ്സാണ്. പ്ലീസ്. ഇന്നത്തെ ദിവസത്തിന്റെ അത് പ്രമാണിച്ച് അല്ലേ? പ്രമാണിച്ച് അതെ പഠിക്കൂ. ആൾക്കാര് മറ്റേ ജങ്കിയാന്ന് വിചാരിക്കൂ. ആൾക്കാർ അവസാനം പൈസ കിട്ടും പോകും. എന്നെ കണ്ടാലും ജങ്കിലൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് ഫ്രണ്ട് വെക്കാം, കിട്ടിയായല്ലോ അല്ലേ? ഒരു കുപ്പിക്കുള്ളത് ഒപ്പിച്ചാൽ അത്ര നല്ലതല്ലേ? ഓക്കെ, അപ്പോ തിന്തറക്കം സീനാവും. പാടടാ, പാടണം മിസ്റ്റർ. ഇവന് സീരിയസ്ലി ഇവനൊരു നല്ല സിംഗറാണ്. ശോക ആയിക്കോട്ടെ. ഇവന് ബേസിക്കലി ഒരു സിംഗറാണ്, പക്ഷെ എവിടെയും പാടില്ല. ഭയങ്കര അഹങ്കാരമുള്ള ഒരു കലാകാരനാണ്. ഇത് പാടാം. വേണ്ട ചിപ്സ് പാടടാ. ഇത്രമാത്രം ഡിമാൻഡ് ഉള്ള ഞാൻ ലൈൻ കട്ട് ഇതിപ്പോ ക്ലോസ് ചെയ്യും. മര്യാദയ്ക്ക് പഠിക്കോ? മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളങ്കാറ്റിൽ ഇടവഴിയിൽ പോയി. കയ്യിൽ പോയി. അത് വേണ്ട. പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ നിന്റെ വലിയ നല്ലൊരു പാട്ട്? ഫ്ലോയില് പാടാം. പാട്. റെഡി 1 2 3. കരുതലായി കണ്ണിലലിവുമായി വന്നു അരികെ മഴനില തിങ്കളുയിരുപോൽ ചേർന്നുവോ അകമേ വാനവില്ല് നീയേ മനമുകിൽ മേലെ താരകം പോൽ കൺമണികൾ. നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുകയേ മിഴിയോരം നനയുകയോ മനമിങ്ങോ ഒഴുകുകയോ. മതി. അതെ കട്ടൊന്നും ചെയ്യില്ല. ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യരുത്. നീ കലാകാരൻ കുറച്ച് ആൾക്കാർ ഇവിടെ ഗ്ലാസ് വെച്ചിരുന്നൊക്കെ 4 പൗണ്ട് കിട്ടിയിരുന്നത്. ഓ ഇവിടെ ഫുൾ ആൾക്കാരായിട്ടോ. ലുക്ക് അറ്റ് ദിസ്. ഇവരൊക്കെ ഇപ്പൊ പൈസട്ട് പോയത്. നിർബന്ധമായിട്ടിടും. നീ ഒരു കലാകാരൻ കുറച്ച് ആൾക്കാർ അറിയട്ടെ. നമ്മുടെ ട്രെയിൻ ഇപ്പോഴാ എത്ര മിനിറ്റുണ്ട്? ഓക്കെ, ഒരു 10 മിനിറ്റ്സിൽ നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതായിരിക്കും. അതുവരെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കലാണ് നമ്മൾ ചെയ്യുക.
ഇവിടെ മറ്റേ ജാപ്പനീസ് ടെക്നോളജി ഒക്കെ വരുന്നു. ട്രെയിനിൽ ചെന്നം പിന്നെ അങ്ങോട്ടും കൂടെ പോകണം. ചെന്ന പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലോ, മുകളിൽ കൂടിയും താഴെ കൂടിയും അണ്ടർഗ്രൗണ്ടിലും പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. നമ്മൾ 1 o'clock നമ്മൾ ഈ പോകുന്ന കാട്ടിലേക്കുള്ള ട്രെയിൻ കുറവാണ്. ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഉണ്ട്. ഇവിടെ ഈ ട്രെയിൻ മറ്റേ 45 മിനിറ്റ്സിലേ ഇത് പോകുന്നുള്ളൂ ഓരോ ട്രെയിൻ. അത് കാട്ടിക്കായുണ്ട്. എൻ്റെ നിർബന്ധമായിരുന്നു കാട് തന്നെ വേണം എന്നുള്ളത്. നമ്മള് ഫസ്റ്റ് എടുത്ത റൂം ഓർമ്മയുണ്ടോ? 6 മക്കളെ 6 hours ജേണി ആയിരുന്നല്ലേ ഫസ്റ്റ് എടുത്ത ലൊക്കേഷൻ? അതെ, 6 hours ജേണി ആയിരുന്നു. പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തു. അതെ, നമ്മൾ 3 hours ആയി വെട്ടിച്ചുരുക്കി. എന്നിട്ട് നമുക്കത് പറ്റുന്നില്ല. ഇല്ല, ഇത് ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോ ഒരു 1.5 hours ഉണ്ടായിരുന്നുള്ളൂ. അത് ഓരോ ടൈമിന്റെ ഒരു 5 to 6 മിനിറ്റ്സിനകത്ത് നമ്മൾ ട്രെയിൻ ഇപ്പോൾ എത്തിച്ചേരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്തൊരു ബസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷൻ. ലണ്ടൻ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷന്റെ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അതെ, ഞങ്ങൾ ട്വിൻ ബ്രിഡ്ജ് വെൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കിട്ടിയതാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റേഷൻ കേൾക്കുന്നത്. നമ്മൾ കാട്ടിൽ പോയിട്ടില്ലല്ലോ. ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് 2 വാക്ക് പറയാം. ലണ്ടൻ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കുറേ ട്രാക്ക് ഉണ്ട്, കുറേ ലൈൻ ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 15 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ. വെരി നിയർ ബൈ ആണ് ഞങ്ങൾക്ക്. അതെ, നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ കറങ്ങി കളിക്കാറുണ്ട്. അതുകൊണ്ട് വെറുതെ നമുക്ക് ടൈം പാസിന് വരാൻ പറ്റിയ സ്ഥലമാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വലിയ പ്ലാറ്റ്ഫോം ആട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിന് അല്ല, ലണ്ടൻ ബ്രിഡ്ജ്. പിന്നെ ലണ്ടൻ ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. മഴ എന്ന് പറഞ്ഞ സീൻ മഴ. ഞങ്ങൾ മഴ ഫുൾ നനഞ്ഞു. നമ്മൾ ലാസ്റ്റ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടേക്കുള്ള ബസ്സാ? അങ്ങനെ ചോദിക്കരുത്. ഒരു ബസ് ഇപ്പോൾ വരും, അതിൽ നമ്മൾ കയറി പോകും. അപ്പൊ നമ്മൾ ഔട്ടറിലെ ബസ്സിൽ കയറിയിരിക്കുന്നത്. ഞങ്ങൾ കാർഡ് ടാപ്പ് ചെയ്യാൻ പോയി. ഇപ്പോ ബസ്സിന്റെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ആ സിസ്റ്റം എത്തിയിട്ടില്ല, അത്രയ്ക്കും പുരോഗമനം എത്തിയിട്ടില്ല ഇവിടെ. നമ്മളിവിടെ നാട്ടിലൊക്കെ പോലെ സ്ഥലത്തിന്റെ പേര് പറയും, എന്നിട്ട് നമ്മൾ അവിടെ കാർഡ് ടാപ്പ് ചെയ്യും. അപ്പൊ ഒരു ടിക്കറ്റ് സ്ലിപ്പ് ഒക്കെ ആയിട്ട് തരും. ലണ്ടനിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, കയറുക, അങ്ങനെയല്ലേ. ഇവിടെ പറഞ്ഞല്ലോ സീൻ മഴ. അതെ, പിന്നെ ശ്രദ്ധിച്ച മറ്റേ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോ ഇംഗ്ലീഷുകാർ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. പിന്നെ നല്ല അടിപൊളി സ്വഭാവമുള്ള ഇംഗ്ലീഷുകാർ. അതെ, ഡ്രൈവർ ആയാലും നമ്മൾ പോകേണ്ട സ്ഥലങ്ങളൊക്കെ നോക്കി അതിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനൊക്കെ ചൂസ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് തരും. അതെ, ഐ സേ ദാറ്റ് അഗൈൻ, നല്ല സ്വഭാവമുള്ള നൈസ് ഇംഗ്ലീഷുകാർ. അതെ, നല്ല ആൾക്കാരാട്ടോ. മഴ നനഞ്ഞ് ഏതോ ഒരു റോട്ടിൽ നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് പോകാനുള്ള കുന്നാണ് ആ കാണുന്ന കുഞ്ഞ വഴി. അതിന്റെ മേലെ കൂടി പോകണം. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്, പൊളി സ്ഥലം, ഒരു കാട്. മുളയാടി മക്കൾ ഈ കണ്ടോ, ഒരു വണ്ടി പോലെ കിട്ടാല്ലേ, ഒരു ഊബർ പോലെ കിട്ടാല്ലേ. നിറം മാറി പക്കി പോയോക്കാലേ. ഇതാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന നമ്മുടെ റൂട്ട്. കൊടും കാട്ടിലേക്കാണ് പോകുന്നത്. എടാ, സൈഡിൽ നല്ല പുലിയൊക്കെ വരുമോ? ഇത് കൂടെ ഏതോ യൂകെയിലെ കാട്ടിൽ പുലിയില്ല. ഓക്കെ, അവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഞാൻ സാധനം കാണിച്ചില്ല. അതൊക്കെ പോയി ഡ്രസ്സൊക്കെ നന്ദി. ഇവിടെ നിൽക്ക്. എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പ്ലോറിംഗ് ലൈഫ് ജിപ്സ? നല്ലൊരു എക്സ്പ്ലോർ ആയി പോയി. അമ്മേ, ഒരു മല ഉണ്ടോ ബാക്കിലുണ്ടോ? എനിക്ക് മനസ്സിലാവാത്തതേ, 2 പേർക്ക് ഒരു ദിവസം അവിടെ താമസിക്കാൻ. ഞാൻ ഇതിലാകെ എൻ്റെ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ 50 കിലോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ എന്തൊക്കെയാ നമുക്ക് അവൈലബിൾ ആണെന്ന് അറിയില്ല. അപ്പോൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് കോസ്റ്റ്യൂമോ. ഓട്ടം ഫോളൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോ കിട്ടുന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ കാര്യമില്ല, ഫുള്ള് മഴ. അയ്യോ, ഇതാണ് നമ്മൾ വന്ന സ്ഥലം. ഇവിടെ
ഫുള്ള് മറ്റേ കാർഡ് റിസർവേഷൻ പരിപാടികളും സ്റ്റേക്കേഷനൊക്കെയാണ്. ഇതിൻ്റെ ബ്യൂട്ടി ഭയങ്കര പൊളി സ്ഥലം, ഫുൾ കാട്. നമുക്കിനി സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. പോവാം, അങ്ങോട്ട് പോയി നോക്കാം. വാ പോവല്ലേ. 1 കിലോ 10 കിലോൻ്റെ ബാഗും മഴയും കൊടയും കാറ്റും. പീസാണ് ഗൈസ്. പീസ്. ഓക്കെ പോയിക്കോ. റെഡി 1 2 3 ഗോ. Let's go, let's go. സുവനലാല സുവനലാല സസു. ഇത് കൂടി മറ്റേ വണ്ടി വരടാ, നടുവില കയറി കിടക്കണേ റോഡിന്. മറ്റേ കൊടൈക്കനാൽ പോയ പോലെ ഉണ്ടല്ലേ. യെസ് ഓഫ് കോഴ്സ്. അവിടൊക്കെ ഇപ്പോഴും മഞ്ഞുണ്ട് കേട്ടാ. എവിടെ? ഇതേ അവിടെ മൂടി കോടമഞ്ഞ. ഇതിന്റെ നടന്നിട്ടേ കണ്ണിൽ പദം വന്നായിരിക്കും. ദിസ് ഈസ് ദ പ്ലേസ്. ആളുടെ കാറിൻ്റെ കറക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് കറക്റ്റായിരുന്നു. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇത് നടന്നിട്ട് പോയി ചോദിക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് കോട്ടേജും കാര്യങ്ങളൊക്കെയാണ്. വാവ്, എവിടെ ഇപ്സ കൊടൈക്കനല്ല. നമ്മുടെ കോട്ടേജ് നമ്പർ അങ്ങനെ എന്തെങ്കിലുണ്ടോ? പൊളി സ്ഥലം. ഇതാണ് നമ്മുടെ സ്ഥലം. അതെ, ഇവിടെ നമുക്ക് ഫയർ പിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സ്ഥലം. ഇതൊരു കൊടൈക്കനാൽ സെറ്റപ്പിലെ ചിപ്സ്. അയ്യോ, സീ സ്ഥലം. എന്താ അവസ്ഥ? ഉണ്ടാക്കാം. സീനില്ലല്ലേ അവർ സെറ്റ് വെച്ച്. സമ്മറിൻ ബത്ലേവില് കോട്ടേജ് ഉണ്ട്. അവിടെ കിടന്ന് മുങ്ങിലൊക്കെ കേട്ടോ. ഓ എൻ്റെ മോനെ, ഈ സ്ഥലം നോക്കിയേ. ഇവർക്ക് ഇവിടെ ഒരു ഗാർഡൻ, ചെറിയ ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അകത്ത് എന്തൊക്കെയോ പരിപാടികളുണ്ട്. ലുക്ക് അറ്റ് ദിസ് ചിപ്സേ. വാവ്, അവിടെ ഒരു എടാ അവിടെ ഒരു പോണ്ടൊക്കെ ഉണ്ടെടാ. ഇത് ഫുള്ള് കാടാണേ. നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാം കുറച്ച് കഴിഞ്ഞാൽ. ഏതായാലും മഴ. കീ എവിടെയാണ് അവരുടെ? ആ ഓക്കെ. അവർ നമുക്ക് ഇവിടെ കീ ബോക്സിൻ്റെ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കീ ബോക്സിൽ നിന്ന് ഇനി കോഡ്. ഇത് കൊള്ളാം. ഇത് മറ്റേ ഇവിടെ നമുക്ക് തണുപ്പൊക്കെ ആണെങ്കിൽ ഫയർ പിറ്റൊക്കെ സെറ്റ് ചെയ്യാം. ഓപ്പൺ ആയാ? 000. My phone number is 2255. Finally we got the key. Yeah! Wow, guys, look at this. Yenda mone. So this is our bed here. Hello guys, welcome to Salters Green. Yeah, കൊള്ളാല്ലേ സെറ്റപ്പ്. അതെ, ഇതെന്താ ഇവിടെ മറ്റേ പാനൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ പരിപാടികൾ കാണിച്ചു തരാം. ക്യാബിനാണ്, ക്യാബിൻ സ്റ്റേ ആണ്. ഇത് നമുക്കിവിടെ ഒരു ചെറിയൊരു കിച്ചൺ. കിച്ചന്റെ അടിയിൽ എന്തൊക്കെ സാധനം ഉണ്ടല്ലോ സാർ? മൈക്രോവേവ് ഉണ്ട്. പിന്നെ ഇത് ഗെയിംസിന്റെ പസിൽസും പരിപാടികളൊക്കെ കേട്ടോ. ഇത് മറ്റേ നമ്മുടെ ചെസ് ബോർഡ് പോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ്. ആദ്യം നമ്മൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എല്ലാം കട്ട്ലറീസ്, കിച്ചൺ യൂട്ടൻസിൽസ് ആയിരിക്കും മൊത്തം. അതെ, ഇവിടെ ഫുള്ള് വാഷിംഗ് ലിക്വിഡ് പരിപാടി. ഇവിടെ ഫ്രിഡ്ജ്, മിനി ഫ്രിഡ്ജ് ഉണ്ടല്ലേ നമുക്ക്. ഫ്രിഡ്ജ് ഉണ്ട്, കെറ്റിലുണ്ട്, ബാക്കി ടീന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഗിഫ്റ്റ്, ഒരു കാർഡൊക്കെ വെൽക്കം നോട്ടാണ്. നോട്ട് ടു സേ ഡിയർ ജിത്തു. ഇവർക്ക് എങ്ങനെ ജിത്തുന്നോ? അതെങ്ങനെ അവർക്ക് അവരുടെ പേരറിയാം? ഞാൻ ഇതില് സർപ്രൈസാ. ഞാൻ അവരോട് പറഞ്ഞായിരുന്നു
ഞാൻ അവനെ മൈ സ്വീറ്റ് ഹാർട്ട് ആണ് അവൻ, ഞാൻ ജിത്തുന്ന വിളിക്കാറ്. വെൽക്കം. Please help yourself to tea and coffee. This is information in the blue folder. എന്ത് സ്റ്റെക്കായി? ഐ ലവ് യു, ഐ ലവ് യു. ഇൻസ്ട്രക്ഷൻ ആണ്. ഡോക്ടേഴ്സ് എഴുതൂല അതുപോലെ. When you leave, please leave the key. Please. മനസ്സിലാവുന്നില്ല. ഇത് എഴുതിയിരിക്കുന്നു നോക്ക്. ഇത് please all washing up clean away all washing up and leave the hut is tidy and faddy. Something. എനിക്കറിയില്ല അങ്ങനെ സംതിങ്. I think this hut is yours now. Kind regards, Lin. ആരാണോ ഇതിന്റെ മുതലാളി ആയിരിക്കും ലിന്. കുറച്ച് കുക്കീസ് ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഇതിന്റെ ഉള്ളില് ബെഡ്ഷീറ്റ്സ് സംഭവങ്ങളൊക്കെ. ടോയ്ലറ്റ് ഒരു മിനിമൽ ടോയ്ലറ്റ് ആണ്, ഒരു പക്ഷെ വെരി വെൽ മെയിൻറ്റൈൻഡ്. ഫ്ലൈറ്റിലൊക്കെ ടോയ്ലറ്റ് പോലെ വെൽ മെയിൻറ്റൈൻഡ്. ഇവിടെ ഷവറൊക്കെ, അതെ ഷവർ ഏരിയ ഉണ്ട്. നൈസ് ആൻഡ് ക്ലീൻ. പൊളി പൊളി. നമുക്കിത് ഈ ഡോർ നമുക്ക് ഹാഫ് ഓപ്പൺ ആക്കാം അല്ലേ? അതിനകത്ത് വൈനും ഗ്ലാസും പ്ലേറ്റ്സും. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബെഡ് പൊളി സാധനം അല്ലേ? അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമുണ്ട്. നമ്മുടെ മറ്റേ ബെഡ് എന്നുള്ള വ്യൂ ഭയങ്കര രസമുണ്ട്. ഫുൾ ഒരു കാർഡ് ഫീലാണ്. ഹാഫ് നമുക്ക് തുറക്കാൻ പറ്റും. എന്റെ മോനെ വേറെ എന്ത് വേണം? ദിസ് ഈസ് ദ സ്വർഗം. ദിസ് ഈസ് ദ സ്വർഗം. സ്വർഗം മൂട്. അതെ, വലിയ സ്പേസ് ആണ്. നമുക്ക് അവിടെ ഫുൾ ആക്സസിബിൾ ആണ്. ഇവിടെ ഫുള്ള് നമുക്ക് അത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഒരു ഇച്ചിരി പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വൈഫൈ ഒക്കെ കുറച്ച് സീൻ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഓണേഴ്സ് താമസിക്കുന്നുണ്ട്. ഞാൻ അവരെ വീട്ടിൽ പോയി. അവർ ഭയങ്കര ആതിഥ്യമര്യാദയുള്ള ആൾക്കാർ. അവർ കയറി ചായ വേണോ ചോറ് വേണോ എന്നൊക്കെ ചോദിച്ചു. അവിടെ ഇവിടുത്തെ ഓണറും ഭാര്യയും അയാളുടെ മോനും ഒരു ചാർലി മൂഡ് വീടായിരുന്നു. അതെ, ഭയങ്കര മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വന്ന ദിവസം ഇതായി പോയി. അവർക്ക് തന്നെ എന്തോ പോലെ മറ്റേ ബാർബിക്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മഴയല്ല, ഇന്ന് ഫുള്ള് മഴയാണെന്ന്. അപ്പം ഞങ്ങളെന്ന് വിചാരിച്ചു, ഞങ്ങൾ ഓൾറെഡി ഇത് കണ്ടോ മസാല പ്രിപ്പയർ ചെയ്തിട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നെ. പോർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കുക്ക് ചെയ്യാം. പിന്നെ ഇത് ബൈനുണ്ട്. അതെ അതെ, ഞങ്ങൾ ഇന്ന് ഇവിടെ വരാൻ ഒരു കാരണമുണ്ട്. അതെ അതെ, എന്താണ്? അപ്പൊ ഗൈസ്, ഇന്ന് ഇവിടെ വരാൻ കാരണം ടുഡേ we are celebrating our second wedding anniversary. Happy wedding anniversary. Happy wedding anniversary. I w the kutta w love you too. നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാട്ടിൽ പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കാട് കണ്ടുപിടിച്ച് അവിടെ ഒരു Airbnb കണ്ടുപിടിച്ച് വന്നതാണ്. എന്തായാലും ഇത് മൂഡ് സ്ഥലം ഒന്നും പറയില്ല. കാട്, മഴ, മറ്റേ റമ്മ്, ജോൺസൺ മാഷ്, അങ്ങനെ റമ്മില്ല, വൈനേ ഉള്ളൂ. അതെ. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഇനി അതെ കുക്കിങ്ങും കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് നമ്മള് പൊളിക്കാൻ പോവാണ്. ഗ്രില്ലാത്ത കൊണ്ട് നമ്മള് തവ പോർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഫുള്ളായിട്ട് മറ്റേ പോർക്ക് പോർക്ക് കുറച്ച് കരിഞ്ഞെന്താലും ആയിട്ടുണ്ട്. ഓയിലില്ലാതെ കുക്ക് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. തിരിച്ചിട്ടോണ്ടേ ഇരിക്കണം. കരിഞ്ഞല്ലേ?
അപ്പൊ ചിയേഴ്സ്, വെഡിങ് ആനിവേഴ്സറി ചിയേഴ്സ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മസാല. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് ആൻഡ് എൻജോയിങ് ദിസ് വ്യൂ. രാവിലെ തന്നെ ഒരു കോഫി കുടിക്കാനുള്ള പ്ലാനായിരുന്നു. ഇവരിവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഫീസ് ഇവിടെ വെച്ചിട്ടുണ്ട്, കോഫി ആൻഡ് ടീ പാക്സ്. അപ്പോൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കോഫി അടിക്കുന്ന ജിപ്സ് ഏൾ ഗ്രേ അല്ലല്ലോ, അതല്ലല്ലോ, വേറെ സാധനമല്ലേ, യോർക്ക്ഷയർ ടീ. അവൻ അത് കുടിക്കുന്നു. ചിപ്സ് അത് ഫാം ഹൗസ് അല്ല, അത് കാട്ടുപന്നിയാണ്. ഇവിടുന്ന് അവിടുന്ന് കേൾക്കുന്നുണ്ട്, രണ്ട് സൈഡിൽ നിന്നും കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതെ, അവിടെ അവർ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ നെറ്റും പരിപാടിയും ബോർഡറും അല്ലേ. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് പന്നിയുണ്ട് ഗൈസ്. യെസ്, പന്നിയുണ്ട്. അതിൻ്റെ സൗണ്ട് രാത്രി തൊട്ട് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടോ? നമുക്കൊന്ന് പുറത്ത് നടന്നിട്ട് വരാം. ലിപ്സ് വരുന്നുണ്ടോ? ഹീ സ്റ്റിൽ ഓൺ ദി ബെഡ്. എനിക്കറിഞ്ഞൂടാ. എണീക്കടാ. നമുക്ക് ശരിക്കൊരു റിലീഫാണ് കേട്ടോ. ലിപ്സ് ആ പന്നിയൊന്നും ചെയ്യൂലായിരിക്കും അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. നമ്മുടെ സ്റ്റേ. ഓ പൊളി പൊളി. അതേ നടക്കാൻ വിചാരിച്ചു. ലുക്ക് അറ്റ് ദി സ്കൈ. നമുക്കിത് അവിടേക്ക് പോകാം. ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ പ്രോപ്പർലി കണ്ടില്ല. നമുക്ക് ഇപ്പം പോയിട്ട് ഒന്ന് നോക്കാം. പൊളി. ഒരു പേടിയുണ്ട്. ഭയ പേടിയെന്ന് വെച്ചാൽ ഒരു ഹോണ്ടഡ് ഫീലാ. ഇത് കണ്ടോ? ഇവരിവിടെ കണ്ടോ? ഇവിടെയൊക്കെ നെറ്റ് വെച്ച് കെട്ടിയേക്കുക. മീൻസ് അന്ത സൈഡ് എനിക്ക് തോന്നുന്നു വേറെ ഇത് റിസർവേഷൻ ഒരു പരിപാടിയൊക്കെയാണ്. പൊളി വൈബ്. ആലോചിക്കായിരുന്നു ഈ UK ഇത് അത്രയും എമൗണ്ട് കൊടുത്തിട്ട് വീടെടുക്കുമല്ലോ. നമ്മൾ അത്രയും എന്താ പറയുക, അല്ല നമ്മൾ എടുക്കണതൊക്കെ നല്ലത്. എൻ്റെ ഒരു ടൈപ്പ് ഓഫ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹട്ടൊക്കെ എടുത്ത് നിൽക്കുമായിരുന്നു. ഇങ്ങനെ ഇത്ര കുഞ്ഞു ഹട്ടല്ല, ഒരു 2-3 ഹട്ട് കൂടി ചേർന്ന ഒരു സെറ്റപ്പ്. പിന്നെ ഒരു പൂളും വേണം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പോണ്ട് ടൈപ്പ് സാധനം. കാര്യം എന്താ പറയുക, സമ്മറിൽ നമുക്ക് അത് ഭയങ്കര നൈസായിരിക്കും. ലൈക്ക് ഒരു പോണ്ടോ അല്ലെങ്കിൽ പൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു കാട്ടിനകത്ത് ഭയങ്കര വെളിയായിരിക്കും. ഒരു ഇങ്ങനത്തെ ഒരു ക്യാബിനൊക്കെ എടുക്കുകയാണെങ്കിൽ വീട് വേറെ, ലൈക്ക് നമുക്കൊരു ചില ടൈം നമുക്ക് ഫുൾ ടൈം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കുള്ള ഒരു ടൈമിലൊക്കെ വന്നിട്ട് നമ്മൾ നാട്ടിലെ എസ്റ്റേറ്റൊക്കെ വാങ്ങിയിടൂലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ്. ഇവിടെ അതിൻ്റെ ഡബിൾ എമൗണ്ട് നമ്മൾ ഈ പരിപാടിക്ക് ഇവിടെ കൊടുക്കണം. സ്റ്റിൽ നമുക്ക് ലൈഫിൽ നിന്ന് എൻഗേജ്ഡ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഒരു റിലീഫാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ. നൈസ്. ഓക്കെ, ഫുൾ ലീവ്സൊക്കെ എന്താ പറയുക, കളേഴ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഓട്ടം, ഇനിയിപ്പോൾ ഫോളാവും, ഇതെല്ലാം പൊഴിഞ്ഞു പോകും. നമ്മൾ വന്നത് കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. കാര്യം എന്താ വെച്ചാൽ
ഇല കൊഴിഞ്ഞിട്ടില്ല. ഇല കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗിയില്ല കാണാൻ. ഇല കൊഴിയുന്ന കുറച്ച് മുമ്പായിട്ട് തന്നെ നമ്മൾ വന്ന് കറക്റ്റ് ടൈമായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ സ്റ്റേയിൻ്റെ ആൾക്കാർ നമുക്ക് ആക്ച്വലി 10 o'clock എന്തോ ആയിരുന്നു നമ്മുടെ ചെക്കൗട്ട്. അപ്പോൾ അവർ 12 o'clock ആക്കി നമുക്ക് മാറ്റി തന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം കുറച്ചും കൂടി ടൈമുണ്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടില്ല. 9 മണിയായി എണീക്കാൻ. ഇവിടെ പല ടൈപ്പ് ടീ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടീകൾ പലതരം. എന്തൊക്കെയാണ്? പ്യൂർ പെപ്പർമിന്റ്, പ്യൂർ ഗ്രീൻ ടീ, യോർക്ക്ഷയർ ടീ, ദി ഏർൽ ഗ്രേ, സ്ട്രോബെറി ആൻഡ് റോസ്ബെറി. നീ എന്തിനാണ് ഇങ്ങനൊക്കെ പറയണത്? അങ്ങനെ കുറെ ടീയും പരിപാടികളുണ്ട്. ബ്രിട്ടീഷ് ആക്സന്റിൽ ടീന്റെ പേര് വായിക്കാതെ. ഞാൻ രാവിലെ കുറച്ച് നേരത്തെ നീറ്റായിരുന്നു. ജിപ്സ് ഇപ്പോഴാണെന്ന് പൊങ്ങണത്. അപ്പൊ ഞാൻ രാവിലെ തൊട്ട് ഞാൻ 3ാമത്തെ ടീ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ഒരുപാട് അവൈലബിൾ ആയതുകൊണ്ട് ഓരോന്നും. ഞാനെടുത്തത് ഒറ്റൊരു പാക്ക് ഉണ്ടായിരുന്നു. പാക്കിന്റെ പേര് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കുന്നു. അതാണ് ഞാൻ കുടിക്കുന്നത്. കണ്ണന്തേവനായിരിക്കും എടുത്തത്. പോടാ, ഒറ്റ പാക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഇവിടുന്ന് പോണ്ട. നമ്മൾ ഇന്നലെ ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. ഉണ്ടാക്കി, മഴയായില്ല, ഞങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ബാക്കി പാർട്സാണ് കിടക്കുന്നത്. നിന്റെ ചായ എടുക്കില്ലേ? നമ്മൾ ചായ എടുത്തിഞ്ഞ് പുറത്തൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അയ്യോ, എനിക്ക് ചെരുപ്പില്ല. ഷൂട്ടോ? ഷൂ. ഇവൻ ഞാൻ പന്നീനെ ഇമിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. മഴയായി ചാരിയതാരേ അവളുടെ തൊടുവിരലാലേ കവിതകൾ എഴുതിയതാരേ. എടാ, എന്താടാ ഒരു ഇത്രയ്ക്കും അടിച്ചമർത്തപ്പെട്ട ലൈഫാണ് ഞാൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പാട്ടുകൾ പാടാൻ പാടില്ല. അവന് കുറച്ച് പാട്ടറിയാച്ചിട്ട്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, വരുന്നുണ്ടോ? ഞങ്ങൾ ചായ പുറത്ത് പോയി കുടിക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് ആംബിയൻസിൽ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. വേഗം ബാ. ഇന്ന് മഴയില്ല, കാറ്റില്ല, നല്ല വെളിച്ചമൊക്കെ ഉള്ള നല്ലൊരു ആംബിയൻസ്. ഇന്നലെ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കിട്ടി അല്ലേ? നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയിരിക്കുന്നു. അവിടെ പോയി കുടിക്കണം. ഇവിടെ നോക്കി, ഇവിടെ ഇന്നലത്തെ ഒരു സെറ്റപ്പായിരുന്നു ഇത്. എന്താണ് ഈ കുറുകുന്നത്? അതെ, അവിടെ തവളേന്റെ സൗണ്ട് ആയിരുന്നു അത്. തവളയൊന്നും അല്ല, അത് പോർക്കാണ്. ഈ വ്ളോഗിലേ ചായ കൂടി മാത്രമാണ്. പക്ഷെ ഇവിടുന്ന് കൊള്ളാല്ലേ? നൈസ്. അവിടെ വെറ്റാണോ? അവിടെ ഇരിക്കണോ? ഫുൾ വെറ്റാ. ശരിക്കും സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കുളത്തിൽ പോയി ചാടാതെ. ജിപ്സേ, ഫ്രണ്ടിലുള്ള കുളമൊക്കെ. അല്ല, പിന്നെ എന്തിനാണ് ഇവര് ഈ ഒരു എന്താ പറയാ സൺബെഡ് പോലത്തെ സാധനമൊക്കെ എടുത്തിട്ടേക്കണേ? ഐ തിങ്ക് അങ്ങനെ സെറ്റപ്പ് ഉണ്ട് അവർക്ക്. എക്സ്പീരിയൻസ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് അവിടെ ഇരുന്നാലോ? ഞാൻ എന്താ പറയുന്നറിയോ, നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങാം. എന്നിട്ട് 3 ഹട്ടൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരു വലിയൊരു ഹട്ട് ഉണ്ടാക്കിയിട്ടേ ടിപ്സേ, ഇത്ര ഒരു സ്പേസ് മതി. ഇത് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവും. എനിക്ക് ഇത്ര സ്ഥലം വാങ്ങണമെങ്കിൽ ഉണ്ടല്ലോ കുടുംബം വെക്കേണ്ടി വരും. ആധാരമാണ് ഇപ്പോൾ. നോക്കിയേ, ഫോളായിട്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നല്ല രസമുണ്ടല്ലേ? ബ്യൂട്ടി. ഇലപ്പുഴയും
ശിശിരവനത്തിൻ്റെ അറിയാതൊഴുകും കാറ്റാകും നിൻ മൃദുവർഷം. ഡിഷും 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 ഡിഷും. നല്ല സ്ഥലമല്ലേ. പുളി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഒന്നും പറയില്ല. എനിക്കറിയുള്ളത് നിങ്ങളൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ 2 days ഓഫ് കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേക്കേഷനും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് യുകെയിൽ. എയർബിഎൻബി ഒന്ന് എല്ലാവരും ഒന്ന് ഇരുന്ന് നോക്കിയാൽ മതി. ഒരുപാട് ഷെപ്പേർഡ് ഹട്ട്സ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഈ ഷെയറിങ് അല്ലാതെ ഫുൾ ഹൗസ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസിയും നമ്മുടെ ടൈമും നമ്മുടെ ഒരു കൺവീനിയൻറ്റ് അനുസരിച്ച് കിട്ടും എല്ലാം. അതെ. ഇത് ഈസ്റ്റ് സസെക്സിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? സാൾട്ടേഴ്സ് ഗ്രീൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നൈസ് സ്പോട്ടാണ്. ഞങ്ങൾ ഇവിടെ മാക്സിമം ഇന്നലെ നൈറ്റ് എൻജോയ് ചെയ്ത്, ഇന്ന് രാവിലെ എൻജോയ് ചെയ്ത്. അതെ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ, 1 day സ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വേറെ ഒരു പൊളി പരിപാടിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. സോ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് സൈൻ ഓഫ് ചെയ്യാണ് ഗൈസ്. സോ ബൈ ഫ്രം ഹാപ്പി ഹിപ്പീസ്. ഒഫീഷ്യലി നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബെല്ലടിച്ച് വൈൻഡപ്പ് ചെയ്തു. സ്കൂളൊക്കെ പണ്ട് വിടുന്ന പോലെ ബെല്ലടിച്ചിട്ട്. ബൈ ബൈ.